നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. താഴ്വാരം മേലാകെ ചുടുകയായി മൗനം, പാഴ്ത്താരം പാരാകെ തേടുകയായി മുഖം, ഇന്നീ നെഞ്ചകം നോവുമീ വിങ്ങലോ വേദന. താഴ്വാരം മേലാകെ ചുടുകയായി മൗനം, ഓ പാഴ്ത്താരം പാരാകെ തേടുകയായി മുഖം, ഇന്നീ നെഞ്ചകം നോവുമീ വിങ്ങലോ വേദന. മൂകിൽ നിലാവിനെ മറയും നേരം, വിജനമീ വഴി വലയും നേരം, പതറരുതേ ചുവടുകളെ, സമയമേറെയും അകലും നേരം, ഹൃദയതാളം മുറുകും നേരം, പല വഴിയേ മറയരുതേ. കരം കൊണ്ടോ തടുത്തതല്ലേ കുരുന്നേ, വരം കൊണ്ടേ തിരിച്ചു നേടും വരും നാളിൽ കരുതലോടെ ജീവനെ കാവലായി നിന്നിടാ എന്നുമേ. താഴ്വാരം മേലാകെ ചുടുകയായി മൗനം, ഓ പാഴ്ത്താരം പാരാകെ. താങ്ക് യു. താഴ്വാരം മേലാകെ. അപ്പൊ ഹിഷാം ചേട്ടൻ ഒരു പോട്ടോട് കൂടി ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി? സോ ഡെഡിക്കേഷൻ റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം അമ്മയെ കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം. ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. നൈസ് സെലക്ഷൻ, അടിപൊളി. നന്നായിട്ട് പാടിയിട്ടുണ്ടെന്നാണ് ജഡ്ജസിന്റെ ചില എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ അതിനു മുന്നേ ഇത് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത്? ഇത് എന്റെ അമ്മയുടെ അച്ഛനാണ്. ഞാൻ അച്ചായി എന്നാണ് വിളിക്കുന്നത്. ഹായ് അച്ചായി. ഓക്കെ, പേര് അശോകൻ. ഓക്കെ. അപ്പൊ ഞാന് കുഞ്ഞായിരുന്നപ്പോ അച്ഛൻ ഒമാനിലേക്ക് പോയി. ഓക്കെ. അപ്പൊ പിന്നെ അച്ചായി ആയിരുന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയും പിന്നെ എനിക്ക് എന്തെങ്കിലും മേടിച്ചു തരികയും പിന്നെ പാട്ടിനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ കുറെ നാൾക്ക് ശേഷമാണ് ഞാനും അമ്മയും കൂടെ ഒമാനിലേക്ക് പോയത്. അത് അപ്പൊ ആ സമയത്ത് കുറെ മിസ് ചെയ്ത ഒരാളാണ് അച്ചായി. ഇപ്പൊ ഈ ഒരു റൗണ്ട് വന്നപ്പോ അച്ചായി വെരി ഗുഡ് മോളെ. അച്ചായി, അമ്മയായിട്ടുള്ള ഏറ്റവും ഒരു ബെസ്റ്റ് ഓർമ്മ ഏതാണ്? ഒരുപാട് ഉണ്ടാവും, പക്ഷെ എന്നാലും. അമ്മയെ ഒരു 6 വയസ്സ് വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അമ്മയ്യ മസ്കറ്റിന് പോയി. അപ്പൊ കുറെ മിസ്സായി. അതിനുശേഷം ഇപ്പൊ തിരിച്ചു വന്നു. ഇത് അമൃത ടിവിയുടെ ഈ വലിയ സ്റ്റേജിൽ ഞാനിങ്ങനെ വന്നിരിക്കാനൊരു അവസരം അമ്മയിലൂടെ ഉണ്ടായാൽ ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ കഴിവിന് ഞാൻ ഏറ്റവും കൂടുതൽ അതിന് കടപ്പെട്ടിരിക്കുന്നത് അമ്മയുടെ അച്ഛനോടാണ്. കൊണ്ടു നടന്ന് ഈ വേദിയിലെത്തിക്കാനും ഒക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ അമ്മ മസ്കറ്റിലാണ്. അമ്മ ഇപ്പൊ അവിടെ ജോലി ചെയ്യുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അച്ഛൻ തന്നെ നോക്കുന്നത്. അയ്യോ, അച്ഛനൊരു വലിയ ക്ലാപ്സ്. അത്ര ടേക്ക് കെയർ ചെയ്യുന്നതിന്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ശരത് സർ. മോളെ, എന്താ സർ? നല്ല ഉഗ്രം പാട്ട് മോളെ, നല്ല സുഖമുള്ള ഒരു പാട്ട്. മോള് വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. പിന്നെ ചിലതൊക്കെ മോളൊന്ന് എന്താ പറഞ്ഞ ഒന്ന് കുറച്ചും കൂടെ ബെറ്റർ ആക്കാം. കാരണം നല്ല സിംഗറാണ് നീ. ഓരോ ആ ബർഹാസ് പാടുന്നതാണെങ്കിൽ അതിലൊരു
ഒരു ക്ലാരിറ്റി ഉണ്ട്, അതിനൊരു സുഖമുണ്ട്. വെറും അതൊരു മൃഗമായിട്ട് മാത്രം വെളിയിൽ വന്ന് നിന്ന് കപ്പലിൻ്റെ മുട്ടായി തിന്നുന്നില്ല, അത് ആ പാട്ടിനകത്ത് തന്നെ ഉണ്ട്. അതുപോലെ മോളെ ആ ഓടക്കുഴലൂതി, വേറൊരു ഓടക്കുഴലൂതി ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ ഉടനെ അതൊന്നും പാടിക്കുക. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി. ആ ഊതിയത് ശരിയായില്ല. ഇല്ല, വേറൊരു ആ ഓട്ടല്ലല്ല ഊതിയത്, വെളിയിലോട്ടം കണ്ടാ ഊതിയത്. അത് കൃത്യമായിട്ട് പാടിക്കേ. ഓടക്കുഴലൂതി ആ ക്ലാരിറ്റി ഇല്ല കൊച്ചേ, നോട്ടുണ്ട്. അതിന് കുറച്ചും കൂടെ മോളെ ഒരു ഗ്രിപ്പ് വരട്ടെ, ഒന്ന് പാടിക്കേ. ഇപ്പൊ ഓൾമോസ്റ്റ് പക്കായിട്ട് കേട്ടോ. നല്ല ജ്ഞാനസ്ഥാ നീ, അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. മോളെ പാടുന്ന കേൾക്കാൻ ആ സംഗതികൾക്കൊക്കെ നല്ല സുഖമാണ്. പിന്നെ ഒരു അമിത വേഗത ഉണ്ടെന്നേ ഉള്ളൂ. അത് മക്കൾ എന്ത് ചെറുതായിട്ട് പിടിച്ചാൽ ക്ലാരിറ്റി ഉണ്ടാകും. ഇല്ലെങ്കിൽ മോളെ തീ എന്നാ കേൾക്കത്തുള്ളൂ, ആ കിരുകിരികിരി ആ കേൾക്കത്തില്ല, അതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാ പറഞ്ഞ മനോഹരമായിട്ട് പാടി മക്കള്. ഓൾ ദി ബെസ്റ്റ് ശങ്കരൻ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. അമ്മയാ എന്താ സാർ? മോളൊരു അടിപൊളി സിംഗറാണ് മോളെ. താങ്ക് യു സാർ. കാരണം ഇപ്പം ഓഫ് കോഴ്സ് ഇത് ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും മോളുടെ എക്സ്പ്രഷൻസ് ഭയങ്കര രസമാണ്. നല്ല എക്സ്പ്രഷൻസ്, ടു ഗുഡ്. താങ്ക് യു സാർ. അപ്പം നമ്മൾ ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ മതി. അതാണ് നമ്മൾ ഇനി ചെയ്യണത്. മിനുക്ക് മണി എന്ന് നമ്മൾ പറയില്ല, ആ മിനുക്ക് മലയാളത്തിൽ. അതെ, പച്ച മലയാളത്തിൽ നമ്മൾ പറയുന്നത് മിനുക്ക് പണി. ആ മിനുക്ക് പണിയാണ് മോൾക്ക് ഇനി ആവശ്യം കേട്ടോ. അതില് നല്ലോണം വർക്ക് ചെയ്യാം. ബിക്കോസ് വോയിസ് എക്സ്പ്രഷൻസ് അതൊക്കെ അവിടെ ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളിൽ മാത്രം വർക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അച്ചായിക്ക് സന്തോഷമായോ? സന്തോഷമായി. ഓക്കെ, കണ്ടാൽ തന്നെ അറിയാം. അച്ചായിയുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അതാണ്. അപ്പം പിന്നെ അച്ചായിയുടെ അമ്മയെക്കുട്ടിക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഹരിചേട്ടാ. അമ്മയാ എന്താ സാർ? എല്ലാം പറയാനുള്ളത് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് അമ്മയെ ഒരു ഉഗ്രൻ സിംഗറാണ്. താങ്ക് യു സാർ. അമ്മയുടെ ടോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ നല്ലൊരു ടോണാണ്. അമ്മയ്ക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോഴും അത് ഭയങ്കര രസമായിട്ടത് വരുന്നുണ്ട്. പല ലൈൻസും അമ്മയെ ഉദ്ദേശിക്കുന്ന ആ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ഭാഗ്യമാണ് നമ്മളുടെ വോയിസിൽ നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നമുക്കത് കൊടുക്കണമെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു ടോൺ, നമ്മുടേതായിട്ടുള്ളൊരു രീതിയിലുള്ള സിംഗിങ്, അത് മോൾക്കൊരു സ്പെഷ്യൽ സ്റ്റൈലുണ്ട് പാടുന്നതിന്. ഇനി പറഞ്ഞ പോലെ ചില സംഗതീസിൻ്റെ സ്പീഡ് അതൊന്ന് ഒതുക്കണം. കാരണം ഒരു സംഗതിയുടെ സ്പീഡല്ല മോളെ, അതിൻ്റെ പാട്ടിന് എന്താണോ അത് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ സോൾ, നമ്മളതിൽ അങ്ങ് പോയാൽ മതി. നമ്മളത് സംഗതിയാണെന്ന് വിചാരിക്കുപോലും വേണ്ട കേട്ടോ. അപ്പോൾ മോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് സ്പീഡ്, സംഗതീസിൻ്റെ സ്പീഡ് നന്നായിട്ട് പാടുന്നുണ്ട്. ബാക്കി ഈ പറഞ്ഞ പോലെ വേർഡ്സ് ക്ലാരിറ്റി, എക്സ്പ്രഷൻ, നല്ല എക്സ്പ്രസീവ് ആയിട്ടുള്ള വോക്കൽസ്, അതാണ് എനിക്ക് ഏറ്റവും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് അമ്മയുടെ പറയുന്നത് കേട്ടോ. കീപ് ഗോയിങ്. ഈ കാര്യത്തിലൊന്ന് ഫോക്കസ് ചെയ്യണം, നമ്മുടെ സംഗതീസിൻ്റെ സ്പീഡ് കേട്ടോ. നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു ഹരിചേട്ടാ. ശ്യാം ചേട്ടാ. ഞാൻ ആക്ച്വലി ഓൾറെഡി ആമയുടെ ഫാനായി ഈ സോങ് കേട്ടിട്ട്. താങ്ക് യു സാർ. എത്രയും പെട്ടെന്ന് വലുതായി, എത്രയും പെട്ടെന്ന് ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് റെക്കോർഡിംഗ് ബൂത്തിലേക്ക്. അതെ, ആമയുടെ വർക്കുകളൊക്കെ കഴിഞ്ഞ് സ്പോട്ടിഫൈയിലൊരു എന്താ പറയുക ഒരുപാട് വർക്കുകളൊക്കെ വന്ന് എനിക്കൊക്കെ ഞാനിപ്പം ആക്ച്വലി ഇനി അടിച്ചു നോക്കാൻ പോവായിരുന്നു. ആമയുടെ വർക്കുകളൊക്കെ ഇനി വരണം കേട്ടോ. ഈ കോമ്പറ്റീഷനൊക്കെ വിട്ടിട്ട് ആമയാൻ്റെ വോയിസിൽ ഒരു പാട്ട് കേൾക്കുമ്പോഴുള്ള സുഖം ഭയങ്കരമാണ്. അത് ഈ സോങ് കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത്, ഏതൊരു സോങ്ങും ഒരു സിംഗർ പാടുമ്പോൾ ആ സിംഗറിൻ്റെ വോയിസിൽ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു സമ്മാനമില്ല, അത് ഏത് സോങ് ആണെങ്കിലും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ആമയാൻ്റെ വോയിസിനുണ്ട്. എനിക്കൊരു ചെറിയ ആഗ്രഹമുള്ളത്, ആമയ്ക്ക് ഇഷ്ടമുള്ളൊരു സോങ് ഒരു 2 വരി പാടിത്തരാൻ പറ്റുമോ? ഏത് പാട്ട്? ഇത് കോമ്പറ്റീഷനോ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് കേൾക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാ. கனவிலே எழுதி மடித்த கவிதை எங்கே எனது கவிதை, கனவிலே எழுதி மடித்த கவிதை விடியில் கரைந்து விட்டதோ அம்மம்மா, விடையில் அழித்து விட்டதோ கவிதை தேடி இல்லை என்
അടിപൊളി. ഞാൻ ഓൾറെഡി ഫോണില് നേരത്തെ തന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചു അമയ. ഓൾറെഡി ഓൾ ദി ബെസ്റ്റ് മോളെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. സന്തോഷായ സന്തോഷം. മാർക്ക് ചോദിക്കാം. ഓക്കെ ശരത് സർ, Yes. എന്താ വേണ്ടേ സാറിന്റെ മാർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് മക്കളെ? 9 മാർക്സ്. ഓക്കെ ഓക്കെ ഇടുകയാണ്. ഇട്ടോളൂ. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇതുപോലെ അടുത്ത രണ്ട് പാട്ടും. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയിക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയിക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയിക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയിക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. 5ാം സ്ഥാനം നേടുന്ന വിജയിക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അടുത്തതായി ഗോൾഡൻ വോയിസ് റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം നിവേദുട്ടൻ. സോ ലെറ്റ്സ് വെൽക്കം നിവേദ്. तेरी आँखों के सिवा दुनिया में रखा क्या है, तेरी आँखों के सिवा दुनिया में रखा क्या है, ये उठे सुबह चले ये झुके शाम ढले, मेरा जीना मेरा मरना इन्हीं पलकों के तले, तेरी आँखों के सिवा दुनिया में रखा क्या है। पलकों की गलियों में चेहरे बहारों के हंसते हुए है, मेरे ख्वाबों के क्या क्या नगर इनमें बसते हुए हो, पलकों की गलियों में चेहरे बहारों के हंसते हुए, तेरी आँखों के सिवा दुनिया में रखा क्या है। इनमें मेरे आने वाले जमाने की तस्वीर है, चाहत के काजल से लिखी हुई मेरी तकदीर है, हो इनमें मेरे आने वाले जमाने की तस्वीर है, सिवा दुनिया में रखा क्या है, ये उठे सुबह चले ये झुके शाम ढले, मेरा जीना मेरा मरना इन्हीं पलकों के तले, तेरी आँखों
क्या है. Thank you. നിവേദുട്ടാ എന്തോ അരെ വാ താങ്ക് യു. പോളി. ഇപ്പൊ എനിക്ക് തോന്നുന്നു സൗണ്ട് ഒക്കെ സെറ്റായി ആ പയ്യവനുണ്ട് അല്ലേ? ആ. ആ അടിപൊളി. നമുക്ക് ചോദിക്കാം. ആ ചോദിക്കാം. ചേട്ടാ നിവേദ് കൃഷ്ണ അല്ലേ? എന്തോ അടിപൊളിയായിട്ട് പാടി. Thank you, sir. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. താങ്ക് യു സാർ. ഭയങ്കര ത്രോ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നൊരു നല്ല പെർഫോമർ ആണ് നിവേദ് കൃഷ്ണ. താങ്ക് യു സാർ. നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലേ? ആ അതിന്റെ വോയിസ് സ്ട്രെയിൻ ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം അത് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, Thank you, sir. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ചേട്ടാ. ശരത് സാർ. മക്കളെ, എന്തോ ഉഗ്രം പാട്ടാ മോനെ. സെലക്ഷന് നിനക്ക് 1500 മാർക്ക് തരുന്നു ഞാൻ കേട്ടോ. ഉഗ്രം പാട്ട്. പിന്നെ മോനിത് പഠിച്ചതിലുള്ള കുഴപ്പങ്ങളുണ്ട്. ഇതിനൊരു ഫീലുണ്ട് മോനെ ഈ ഒരു പാട്ട്. മക്കൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? 12. അപ്പൊ അത് കുഞ്ഞാ നീ. അപ്പൊ മക്കൾ കുറച്ചും കൂടെ ഒരു 10-16 വയസ്സൊക്കെ ആകുമ്പോൾ മോന് കുറേയും കൂടെ ഈ പാട്ട് എന്താണ് റാഫി സാബ് പാടി വെച്ചേക്കുന്നെന്നുള്ളത് മനസ്സിലാവും കേട്ടോ. ആ തുടക്ക ലൈൻ ഒന്ന് പാടാമോ? तेरी आँखों के तेरी आँखों के सिवा दुनिया में മോനെ रखा ദുനിയാമ്മേ എങ്ങനെ പാടുന്നത്? ആ എന്റെ കൊണ്ട് കാണിക്ക്. के सिवा ആ के सिवा दुनिया में ആ മോനെ മേ 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 അങ്ങനെ ആക്കണ്ട. അതിനൊരു അവസ്ഥയുണ്ട്. കേസവാ ദുനിയാ മേ രഖാ ക്യാ ഹൈ, അത് മതി. താരേ രേ രേ നാനി നാനി ദാനിനെ ശ്യാം ഢലേ മേരാ ജീനാ മേരാ മർനാ ആയിനി പൽ. അത്രേ ഉള്ളു മോൻ. ആയിനി പൽ. അത് അത്രയ്ക്കൊരു ബലം പിടുത്തം വേണ്ട. നാരി രേ രേ കോ കേ താനി തേരി ആഖോ കൈസേ വ. അത് അത്രേ മതി. അവിടെ ബലം പിടിക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ എനിക്ക് ഇതൊക്കെ പറയുന്നെങ്കിലും മോൻ അടുത്ത ചരണമില്ലേ, അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടും. അത് ഉഗ്രമായിരുന്നു. നമ്മൾ ഞെട്ടിപ്പോയി കേട്ടോ. അത് ഇച്ചിരി സ്ട്രെയിൻ ഉണ്ടെങ്കിലും നീ അതിനൊക്കെ അതിൻ്റെ സോള് കണ്ടെത്താൻ പറ്റി മോൻ പാടുന്നതിലും. അത് കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ പാടി നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു മോനെ. അവിടെ തൊട്ട് എനിക്ക് കുറെ ഇഷ്ടമായി കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഹരി ചേട്ടാ. അപ്പൊ മോനെ എനിക്ക് പാടിയപ്പോ ഭയങ്കര ഹിന്ദി ഭയങ്കര ഇങ്ങനെ കടിച്ച് പാടുന്ന ഒരു ഫീലാ കിട്ടിയത്. അത്രയും ഫ്രീ ആയിട്ട് പാടേണ്ട ഒരു സോങ് ആയിരുന്നു. അപ്പൊ അത് നിവേദ് ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്നാണ് എന്റെ ഒരു ഡൗട്ട്. ചെയ്യുന്നുണ്ട്. എന്തിലാ ഫോക്കസ് ചെയ്ത് ഇത് പാടിയപ്പം? പാട്ടില്. പാട്ടിലെവിടെ? വരികളില്. അങ്ങനെയാണെങ്കിൽ വരികളുടെ അർത്ഥം പഠിക്കണ്ടേ? അപ്പൊ പിന്നെ ഫോക്കസ് ചെയ്തിട്ടില്ല വരികളില്. വരികളുടെ ഡിക്ഷന്റെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ ടോപ്പ് പോർഷൻസിൽ പോകുമ്പോൾ മോനെ മൈക്കൊക്കെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ലൗഡറായിട്ട് പാടുന്നതുകൊണ്ട് ദർ വോണ്ട് ബി എനി ഇമ്പാക്ട്. അതിനനുസരിച്ച് മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഞാൻ നേരത്തെ നിവേദിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അത് നിവേദ് ഫോക്കസ് ചെയ്യുന്നില്ല. മൈക്ക് പ്ലേസ്മെന്റ്, പാട്ട് പാടിയതിന്റെ മീനിങ്. ഇതിന്റെ ലിറിസിസ്റ്റ് ആരാണ് മോനെ? മജ്റൂ സുൽത്താൻപുരി സർ. ഓക്കെ. മ്യൂസിക് മദൻ മോഹൻ സർ. പാടിയത് മുഹമ്മദ് റഫി സർ. ഓക്കെ. ഏത് മൂവിയാണിത്? ചിരാഗ്. ഓക്കെ. ഇനി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാം നെക്സ്റ്റ് ടൈം. ഓക്കെ. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ് നിവേദ്. താങ്ക് യു സർ. താങ്ക് യു ഹരി ചേട്ടാ. ഷാനിക്ക. നിവേദ് കുഴപ്പമില്ലാതെ പാടി. താങ്ക് യു സർ. എനിക്കൊന്ന് നിവേദ് എല്ലാ പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്നത് ഒരു രീതിയിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ ഇവിടെ കാണിക്കേണ്ടത് നമ്മുടെ വേഴ്സറ്റാലിറ്റി ആണല്ലോ. അപ്പം അത് നിവേദ് ഒരു പരിധിവരെ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാരണം എല്ലാ പാട്ടും നിവേദ് പാടുമ്പം എല്ലാത്തിനും ആ ഒരു കർണാട്ടിക് ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇടിച്ച് കയറി വരുന്നത്. ഇത് ആക്ച്വലി പല പല കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടാണ് റഫി സാബ് പാടിയിരിക്കുന്നത്. വളരെ ലോലമാണ് ഈ പാട്ട്. ഇറ്റ്സ് ലൈക്ക് എ ഫെദർ, വെരി ലൈറ്റ് സോങ്. അപ്പോൾ അത് കുറച്ചൊന്ന് ഹെവി ആയിപ്പോയി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചോദിക്കാം. ശരത് സാർ. യെസ് മാർക്ക്. മക്കളെ, എന്തോ 7 മാർക്ക് മോന് തരുന്നു. താങ്ക് യു സർ. ഓക്കെ. അതിനുള്ളൂ മക്കളെ. ഇട്ട് ഓക്കെ. അപ്പൊ അടുത്ത 2 റൗണ്ട്സിൽ ഈ മാർക്ക് പറ്റില്ല. നല്ല മാർക്ക് വാങ്ങണം. ഓക്കെ. എന്നാ വേഗം വെക്കോ.
ഹിഷാം ചേട്ടാ, യെസ്. ഹൃദയം സിനിമയിലേക്ക് വരുമ്പോ വിനീതേട്ടന്റെ കൂടെ ആ ഡയറക്ടർ ആൻഡ് മ്യൂസിക് കമ്പോസർ ആയിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നു ഫസ്റ്റ്. പിന്നെ രണ്ടാമത്തത് മ്യൂസിക്കില് വിനീതേട്ടന് ഭയങ്കരമായിട്ടുള്ള നോളജ് ഉണ്ട് ഓൾറെഡി. അതെ, അതെ. അപ്പം വിനീതേട്ടന്റെ സിനിമയാണ്. എന്ത് തരത്തിലുള്ള പാട്ടുണ്ടാവണം, എങ്ങനെയുള്ള ലിറിക്സ് ആയിരിക്കണം, എങ്ങനെയുള്ള സിംഗേഴ്സ് ആണ് വരേണ്ടത്, അതിന്റെ ഒക്കെ ഇൻപുട്ട് നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ക്ലാരിറ്റി കറക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ലക്കിയായിരുന്നു അങ്ങനെയുള്ള ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. പിന്നെ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കും, പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. സോങ്ങും കമ്പോസിങ്ങും എല്ലാം വേഗം വേഗം വേഗം. എനർജി ഭയങ്കരമാണ്. അപ്പൊ നമ്മള് ഹൃദയത്തില് അതെ ഷാനിക്ക ഉണ്ടല്ലോ, അറിയാം. നമുക്ക് എന്തായാലും ദർശന ഒരു രണ്ടുപേര് പാടിത്തരുമോ? നിന്നെ ഞാൻ കണ്ടെന്നേ മേഘം പൂക്കൾ പെയ്യുന്നേ ഒന്നാവാൻ ഞാനെന്നേ നെഞ്ചിൽ തീർത്തോരൻ പ്രണയ പ്രപഞ്ചമിത ദർശന സർവം സദാ നിൻ സൗരഭം ദർശന എൻ ജീവന സായുജ്യം ദർശന സ്നേഹാമൃതം എന്നിലെ ഗോദർശന ദർശന സർവം സദാ നിൻ സൗരഭം ദർശന എൻ ജീവന സായുജ്യം ദർശന സ്നേഹാമൃതം എന്നിലെ ഗോദർശന. താങ്ക് യു. പാടാൻ വരുന്നു നമ്മുടെ ആന്യക്കുട്ടിയും ദേവികക്കുട്ടിയും. സോ ലെറ്റ്സ് വെൽക്കം ആന്യ ആൻഡ് ദേവിക. പുലരിയിലൊരു പൂന്തെന്നൽ കൊളുത്തുന്നു ദീപം, ഹരിനാമം ചൊല്ലുമ്പോൾ തിളങ്ങുന്ന ദീപം, മലർച്ചുണ്ടിൽ തുളുമ്പുന്ന മുളം തണ്ടമായി മണിക്കണ്ണൻ വിരുന്നെത്തി വിളിക്കുന്നുവെന്നോ. മഴയുടെ മിഴിമൺചെരാതിൽ തളിക്കുന്നു തീർത്ഥം, അമ്പാടിപ്പൂമ്പൈകൾ ചുരത്തുന്നു സ്നേഹം, കുലദൈവം കൂടിക്കൊള്ളും മലർക്കാവിലേതോ കുയിൽ പെണ്ണിൻ തളിർച്ചുണ്ടോ ജപിക്കുന്നു മന്ത്രം. കാത്തു നിന്ന മഴ പൂത്തു നിന്ന പുഴയോരം ഓരോ നോർത്തു പാടും ഒരു പാട്ടുകൊണ്ട് വരവേൽക്കാം നിന്നെ. പാതിചാരിയൊരു വാതിലിന്റെ അടിയോരം നീയാ നെയ്വിളക്കിനൊളി നീട്ടി നിൽക്കും ഒരു സന്ധ്യ സന്ധ്യേ. മെല്ലെ എന്നെ വിളിച്ചുണർത്തല്ലേ ഉറങ്ങട്ടെ ഞാൻ എന്നും നിന്റെ അടുത്തിരിപ്പില്ലേ പനിനീർത്തുള്ളി നനയട്ടെ ഞാൻ നീയില്ലാതെ ഓർമ്മകൾ എന്നാളും എന്നാളും
വെളിച്ചത്തിൽ ഒരു തുള്ളി കവർന്നു തരാം. ഒരു സ്വർണ്ണത്തരിയായി മാറി തലചായ്ക്കാൻ മോഹിച്ചെത്തി. ഒരു കുമ്പിൾ പനിനീരായി നിൻ പാട്ടിലരിഞ്ഞു തുളുമ്പി ഞാൻ. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൽ മഴവില്ലു വെനഞ്ഞു തരാം. മിഴിത്തുള്ളിലെരിയുന്ന നറുതിരി വെളിച്ചത്തിൽ ഒരു തുള്ളി കവർന്നു തരാം. ഓക്കെ, ചോദിക്കാം നമുക്ക്. ഹരിച്ചേട്ടാ, രണ്ടുപേരും രസമായിട്ട് പാടി. ആന്യ കുറച്ച് ബ്രത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, തോന്നിയാ? ഒരു സ്ഥലത്ത് അങ്ങോട്ട് ആ, ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങള് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. എനിക്ക് ദേവിക കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പാടി നിന്ന് ടുഡേസ് പെർഫോമൻസ് എനിക്ക് ഇന്ന് ഫീൽ ചെയ്തു. രണ്ടുപേരും നന്നായിട്ട് പാടി, എന്നാൽ ഒരു പൊടിക്ക് ദേവിക ബെറ്റർ ആയിട്ട് പാടിയെന്ന് തോന്നി. പുലരിയിൽ ഒരു അതാര പാടി മോളല്ലേ ദേവിക, നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ആന്യയുടെ ആ പോർഷൻ ഒന്ന് പാടാം മോളെ. ആന്യ കാത്തു നിന്ന മഴ പൂത്തു നിന്ന പുഴയോരം ഓരോ നോർത്തു പാടും ഒരു പാട്ട് കൊണ്ടുവരവേക്കാം നിന്നെ. പാതിചാരിയൊരു വാതിലിന്റെ അടിയോരം വാതിലിന്റെ അഴിയോരം അല്ലേ? അപ്പൊ അതൊന്നും ക്ലിയർ അല്ല മോളെ, ആ വേർഡ്സ് ഒന്ന് ക്ലിയർ ആയിട്ട് പാടാവോ? പാതിചാരിയൊരു വാതിലിന്റെ അഴിയോരം നീയാ. നീ വിളക്കിനൊളി നീട്ടി നിൽക്കും ഒരു സന്ധ്യ സന്ധ്യ. മെല്ലെ എന്നെ വിളിച്ചുണർത്തല്ലേ കിളി ഉറങ്ങട്ടെ ഞാൻ ഇന്നും നിന്റെ അടുത്തിരിപ്പില്ലേ പനി നീർത്തുള്ളി നനയട്ടെ ഞാൻ. മോളെ എന്തായാലും മനസ്സിലാവുന്നുണ്ടോ? ഇത് തന്നെ നേരത്തെ പറ്റിയത്. അത് നീ ഇല്ലാതില്ലൻ ഓർമ്മകൾ, ആ വേർഡ്സ് അത് അങ്ങനെ നന്നായിട്ട് പാടണ്ടേ. നീ ഇല്ലാതില്ലൻ ഓർമ്മകൾ, അത് മോളെ അത് എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ മോള് ഭയങ്കരമായിട്ട്, ഇത് ഞാൻ കുറേ റൗണ്ട്സ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പറയല്ലേ അനിയ, എൻ്റെ പൊന്നുമോളെ. അപ്പൊ ഇതൊന്ന് ഫോളോ ചെയ്യണ്ടേ? അതൊന്ന് ക്ലിയർ ആയിട്ട് പാടിക്കേ. നീ ഇല്ലാതില്ലൻ, ഇപ്പോഴും നീ ഇല്ല ലാ, നീ ഇല്ലാതില്ലൻ, ആ വേർഡ്സ് നല്ല എല്ലാം പറക്കി പറക്കി പാടിക്കേ. ഇല്ലൻ ഇല്ലൻ ലാ, നീ ഇല്ലാതില്ലൻ ഓർമ്മകൾ. ഫാർ ബെറ്റർ ആയി. പിന്നെ ചരണം പാടിയത് നന്നായിട്ട് പാടി മോളെ. അല്ല എസ്പെഷ്യലി എനിക്ക് പക്ഷെ അതിനൊരു സംഗതി ഒന്ന് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. ആ മായപ്പൊൻ അതൊന്ന് പാടാവോ? മായപ്പൊൻവേലിന്നാള മിഴിയാലൊഴിയും വിൻസന്ധ്യേ വിൻസന്ധ്യേ തരിരാരാ വിൻസന്ധ്യേ സ്വപ്നത്തിൻ വാതിൽ പടിമേൽ വന്നു വിളിച്ചു നീ എന്തേ. ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് പാടി. എസ്പെഷ്യലി ലാസ്റ്റത്തെ ആ പിന്നെയും എൻ്റെ കിനാക്കളെ, അത് നല്ല ബ്രില്യൻ്റ് ആയിട്ട് ബ്രത്ത് മാനേജ് ചെയ്തു. പിന്നെയും എൻ്റെ കിനാക്കളെ ഉമ്മ കൊടുത്തു കൊടുത്തു മയക്കിയുണർത്തുക നീ. സൂപ്പർ താങ്ക് യു സർ. കേട്ടോ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, ദേവിക, ആന്യ എന്തോ സാർ എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു സർ. പല്ലവി ഫസ്റ്റ് പോർഷൻ പാടിയത് ദേവിക അല്ലേ? നല്ലായിരുന്നു മോളെ, താങ്ക് യു സർ. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. പിന്നെ അഗൈൻ ആന്യയുടേത് അനുപല്ലവി അല്ലേ? അനുപല്ലവി കാത്തു നിന്ന മഴ അല്ലേ? അത് ആന്യ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്തു. കുറച്ച് നേസൽ ടോൺ കയറി വരുന്നുണ്ട്. നമ്മൾ ഈ മൂക്ക് എന്ന് നമ്മൾ പറയും, ഇപ്പം പാടുമ്പോൾ നമ്മൾ പറയും എടാ ഒരു ഭയങ്കര ഒരു മൂക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നേസൽ ടോൺ ഫീൽ ചെയ്യുന്നുണ്ട്, അത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് പാട് എന്ന് നമ്മൾ പറയും. ആന്യയിൽ അങ്ങനത്തെ ഒരു നേസൽ ടോൺ കയറി വരുമ്പോഴാണ് ഈ പറയുന്ന ഓഡിബിലിറ്റി ഇല്ലാതാവുന്നത്, നമുക്ക് വാക്ക് എന്താണെന്നുള്ളത്. പിന്നെ ബേസിക്കലി കുറേ പ്രാവശ്യം പറഞ്ഞ പോലെ ഹരിയാണെങ്കിലും ശരത്തനാണെങ്കിലും ഞാനാണെങ്കിലും പറഞ്ഞാണ് അകാരങ്ങളൊക്കെ കൃത്യമായിട്ട് അകാരമായിട്ട് വരണം. മോള് ഫീൽ കൊടുക്കുമ്പോൾ അത് ഓ എന്ന് പറയുന്ന ഒരു വാക്കിൽ ഒരു വേറൊരു സൗണ്ടിങ്ങിലേക്കാണ് അത് പോണേ. ലാംഗ്വേജ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അഗൈൻ ദേവിക സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അതന്നെ, മിഴിയാലൊഴിയും. ഞാനും അവിടെയാണ് എഴുതി, കാരണം എനിക്ക് മനസ്സിലായില്ല. കാരണം ദേവികക്ക് അത് ഒറ്റ ബ്രത്തിൽ പാടാൻ പറ്റില്ലേ? മായപ്പൊൻവേയിൽ നാളം
കാരണം നാളെ ഇത്ര കേൾക്കുന്നുള്ളൂ, നാളം ഇല്ല അവിടെ. ഒന്ന് ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കി, ഒറ്റ ബ്രത്ത് പാടാൻ പറ്റും ആ 2 ലൈൻ. മായപ്പൊൻവേലിൻ നാളം മിഴിയാലൊഴിയും വിൻസന്ധ്യേ, സ്വപ്നത്തിൻ വാതിൽ പടിമേൽ വന്നു വിളിച്ചു നീ എന്തേ. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ നാളം ഒക്കെ നാളെ ഇത്ര കേൾക്കണുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. എനിക്കറിയാൻ ബുദ്ധിമുട്ടാണ്, ഇവിടെ ഇരുന്ന് പറയാൻ എളുപ്പമാണ്, ബട്ട് യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളൊരു 22 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും വെൽ ട്രെയിൻഡ് ആയിരിക്കും. അപ്പം ഇപ്പോഴേ തുടങ്ങാം ഈ ട്രെയിനിങ് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളുമാരെ രണ്ടുപേരും കൊള്ളായിരുന്നു കേട്ടോ. ആദ്യം അത് പറഞ്ഞേക്കാം, ദേവികയും ആന്യയും നല്ല നല്ല ടാലന്റഡ് ആണ് നിങ്ങൾ, ഒരു സംശയവുമില്ല. മോള് തുടങ്ങിയതും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. മക്കളെ അതുവരെ വായി നോക്കി നിന്നതല്ലേ ആന്യ, അപ്പൊ മോക്ക് എങ്ങനെ ശ്വാസം ഇല്ലാണ്ടായിപ്പോയത്? മോളെന്തെങ്കിലും എക്സസൈസ് ചെയ്തോ ഇതിന്റെ ഇടയിൽ? പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പാടി ആദ്യത്തെ ലൈൻ തൊട്ട് ശ്വാസം മുട്ടുമായിരുന്നു കുഞ്ഞിന്, അതാ ചോദിച്ചത്. ഒത്തിരി ബ്രത്ത് വേണ്ട ഒരു ലൈനാ. ഒരു നല്ല ഒരു പിടിച്ചിട്ട് മൊത്തം പാട്ടങ്ങ് പാടണം കേട്ടോ മോൾ. അത് പ്രാക്ടീസ് ചെയ്തോണാടാ. നമുക്കൊരു ഇച്ചിരി നീളമുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു കുറച്ച് നേരമൊക്കെ ലോങ് ബ്രത്ത് എടുത്ത് നമ്മുടെ ലങ്ങൊക്കെ കുറച്ചും കൂടെ ഒക്കെ വലുതാക്കി ശ്വാസം പിടിച്ചു നിർത്തി പാടണം കേട്ടോ മോളെ. ലവ് യു മുത്തുകളെ. താങ്ക് യു ശരത് സർ. ചേട്ടാ ദേവിക, അനന്യ എന്താ സാർ? എന്തോ രണ്ടുപേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു, ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഒന്ന് വീണ്ടും ഓർക്കസ്ട്രേനോട് നന്ദി പറയണം. കാരണം ഈ സോങ് ഇങ്ങനെ മെഡ്ലി റൗണ്ടിൽ 3 സോങ്സ് മിക്സ് ചെയ്ത് ഇതെങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ഡിസൈഡ് ചെയ്ത് ചെയ്തതാണോ, മിക്സ് ചെയ്തതാണോ? ഗ്രൂമേഴ്സും ഓർക്കസ്ട്ര എല്ലാവരും കൂടെ. അടിപൊളി. അപ്പോൾ ഗ്രൂമേഴ്സിനും ഒരു വലിയ താങ്ക്സ് കൊടുക്കണം ഈ അവസരത്തിൽ. പിന്നെ നിങ്ങളുടെ കമ്പാനിയൻഷിപ്പ്, രണ്ടുപേരും കണ്ടസ്റ്റൻസ് ആണ്, പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തതിന് അത് എന്താ പറയുക, അതൊരു വലിയ കാര്യമാണ്. അതൊക്കെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കണ്ടു പഠിക്കേണ്ടതാണത്. നല്ലപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. പിന്നെ രണ്ടുപേരും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾ ആരും കണ്ടുപിടിച്ചില്ല മക്കളെ. ഓക്കെ ദേവു, ആന്യ. പാർവതി ചേച്ചി, ഈ 3 പാട്ടില് ഒരു കോമൺ സാധനമുണ്ട്. പാർവതി ചേച്ചി എന്തുവാന്ന് ഗസ് ചെയ്യാൻ പറ്റോ? ശ്രുതി. പ്രത്താണോ? എനിക്കറിയില്ല. ഈ 3 പാട്ടും ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതിയതാ. പറയാൻ വരുമായിരുന്നു. അത് മാത്രല്ല, ഇതിന്റെ അകത്ത് ദിലീപ് സാർ ഈ 3 സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ. അസാധ്യം മക്കളെ, അസാധ്യം. എപ്പിക്. ഓക്കെ, നമുക്ക് ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ. 2 പേർക്കും ഒരേ മാർക്ക്, 7.5. താങ്ക് യു ശരത് സർ. ഓക്കെ ഓക്കെ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ, സമയം കണ്ടെത്തി കുറച്ച് നേരം നമ്മളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നതിൽ. താങ്ക് യു. എന്നെയും ഇവിടെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. ചേട്ടൻ പോകുന്നതിന് മുന്നേ ചേട്ടന് 2 ആഗ്രഹങ്ങളുണ്ട്, പറയട്ടെ? ഒന്ന്, ശരത് സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ട് പാടണം. ഒപ്പം ഷാനിക്കയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടണം. ഞാൻ ശരത് സാറിന്റെ സോങ് ആക്ച്വലി ഞാൻ പങ്കെടുത്ത കോമ്പറ്റീഷനിൽ ഫൈനൽ റൗണ്ടിൽ പാടാൻ വേണ്ടി പഠിച്ചു വെച്ച സോങ് ആണ്. പക്ഷെ അതിന് മുമ്പ് ഞാൻ പുറത്തുപോയി. ഇന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ലോ ആയിട്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടാവും. അതായത് ചില നേരത്ത് നമ്മൾ കമ്പോസ് ചെയ്യുന്ന ട്രാക്ക് വർക്ക് ആവില്ല. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഈ ട്രാക്ക് കേൾക്കും. ഓക്കെ, അത് നമുക്കൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ് ഈ സോങ് ഒക്കെ കേൾക്കുമ്പോൾ, എസ്പെഷ്യലി ശരത് സാറിന്റെ സോങ്സ്. അപ്പൊ ഞാൻ ഇന്ന് വന്നപ്പോ എന്തായാലും മനസ്സിൽ വെച്ചു ഒരു 4 വരി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പാടണം എന്നുള്ള ആഗ്രഹമായിരുന്നു. സാറിന്റെ അനുവാദത്തോടു കൂടി ഓക്കെ. അനുരാഗമൂലും കിനാവിൽ കിളിപാടുന്നതപരാധമാണോ, ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നതപരാധമായോ, ഈ മണ്ണിലെങ്ങുമേ നിഴലായി നീ
മഴനീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർ കാറ്റിനീണമേ ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്രനൊമ്പരം കാണാൻ മറന്നു പോയോ മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ. താങ്ക് യു നിഷാമേ, ലവ് യു. താങ്ക് യു. കുറേ വർഷങ്ങളുടെ ആഗ്രഹമായിരുന്നു, അതൊന്ന് സാധ്യമായി. ഓക്കെ നെക്സ്റ്റ് ഷാനു ഖാന്റെ സോങ് വെരി വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഓക്കെ. പുൽക്കൊടിയിൽ തൂമണി 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 പോൽ നെഞ്ചിരി നെഞ്ചിരി വീണലിയാതെ മാഞ്ഞൊഴിയാതെ നീ മറയാതെ. പുൽക്കൊടിയിൽ തൂമണി 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 പോൽ നെഞ്ചിരി ചിരി വീണലിയാതെ മാഞ്ഞൊഴിയാതെ നീ മറയാതെ. പ്രിയമോടിതും ഞാൻ കരതാരിൽ കരുതിയെരിയും മരുഭൂവിൽ പല പാതകൾ പാടുകയല്ലേ തേനേ തേനേ. തൂമഞ്ഞേ മായല്ലേ പാഴ്മണ്ണിൽ വീടല്ലേ ആകാശം കാണല്ലേ ആരോടും മിണ്ടല്ലേ. തൂമഞ്ഞേ മായല്ലേ പാഴ്മണ്ണിൽ വീടല്ലേ ആകാശം കാണല്ലേ ആരോടും മിണ്ടല്ലേ. താങ്ക് യു സർ.